ഗൈസ്, വെൽക്കം ബാക്ക് ടു അൺഫിൽറ്റേർഡ് ജേർണൽ ബൈ അഭിനന്ദ. ഇനി നമുക്ക് കുറച്ച് സൈക്കോളജി സംസാരിച്ചാലോ. എന്തുകൊണ്ടാണ് ഒരു അടി നടക്കുമ്പോൾ ചില പാർട്ട്നേഴ്സ് തമ്മിൽ മിണ്ടാണ്ടിരിക്കുന്നത്? അത് പരസ്പരം തുറന്ന് സംസാരിച്ചാൽ മാത്രമല്ലേ നമുക്കത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റൂ. എന്തുകൊണ്ടാണ് ചിലർ തങ്ങളുടെ പാർട്ട്ണറോട് കൈ പിടിച്ച് നടക്കണം, ഹഗ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്? അത് അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒന്നാണോ? എന്തുകൊണ്ടാണ് തങ്ങളുടെ പാർട്ട്ണർ എപ്പോഴും കോൾ ചെയ്യണം, ടെക്സ്റ്റ് ചെയ്യണം, ചാറ്റ് ചെയ്യണം എന്നൊക്കെ വാശി പിടിക്കുന്നത്? പലപ്പോഴും മേൽ പറഞ്ഞ പല പ്രശ്നങ്ങളുടെയും മൂലകാരണം ചെറുപ്പത്തിലെയുള്ള അനുഭവങ്ങളാവാം. ഉദാഹരണത്തിന്, എന്നും കൈപിടിച്ച് നടക്കാൻ വാശി പിടിക്കുന്ന, മാനസികമായി വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒന്ന് കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. പൊതുസ്ഥലങ്ങളിൽ കൈപിടിച്ച് നടക്കാൻ പോയിട്ട് സ്വകാര്യമായി പോലും തൻ്റെ പാർട്ട്ണറെ ഒന്ന് ഹഗ് ചെയ്യാൻ മടി കാണിക്കുന്ന ഒരാളെയാണ് ഇങ്ങനെയുള്ളവർക്ക് കിട്ടുന്നതെങ്കിൽ പണി പാളും. ഫിസിക്കൽ ടച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർ ഇത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാന കാരണം നിങ്ങൾ അന്വേഷിച്ചു പോയാൽ നിങ്ങൾക്കൊരു കൊച്ചുകുട്ടിയെ കാണാൻ പറ്റും. ഒരു കെട്ടിപ്പിടുത്തത്തിനായി അമ്മയുടെ അടുത്ത് പോയ, എന്നാൽ അമ്മയാൽ ആട്ടി അകറ്റപ്പെട്ട ഒരു കുട്ടിയെ. എല്ലാ അമ്മമാരും തങ്ങളുടെ മക്കളെ ലാളിക്കുന്നവരും കൊഞ്ചിക്കുന്നവരും ഒക്കെയാണെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അത് പൂർണ്ണമായും സത്യമല്ല. ആരും ദേഹത്ത് തൊടാൻ ഇഷ്ടപ്പെടാത്ത അമ്മമാരും ഉണ്ടാകാം. അതിൻ്റെ കാരണം അവർ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാകാം. ഇങ്ങനെ അമ്മയുടെ ലാളനയോ അമ്മയുടെ ചൂടോ അറിയാതെ വളരുന്ന കുട്ടികൾ മുതിർന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ അവരുടെ പാർട്ട്ണറിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു കെട്ടിപ്പിടുത്തമോ അല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ കൈ ഓർത്ത് പിടിച്ചുള്ള നടത്തമോ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ചില ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും അത് ചർച്ച ചെയ്യാതെ തൻ്റെ പാർട്ട്ണറെ മൊത്തമായി മാനസികമായി അവഗണിക്കുന്ന ആളുകൾ. ചെറുപ്പത്തിലെ വലിയ വഴക്കുകൾക്കിടയിൽ തൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ തൻ്റെ മാതാവോ പിതാവോ ശാരീരികമായി ആക്രമിക്കപ്പെടുന്നത് കണ്ടുനിന്ന കുട്ടി വലുതാവുമ്പോൾ പ്രശ്നങ്ങളിൽ നിന്ന് ഉൾവലിയുന്നത് പ്രശ്നങ്ങൾ ചർച്ച ചെയ്താൽ അത് ആക്രമണത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ള ചെറുപ്പത്തിലേ ഉള്ള പേടി ഉണ്ടാവാം. ചെറുപ്പത്തിൽ പാരൻസാലോ അല്ലെങ്കിൽ ഫ്രണ്ട്സാലോ അവഗണിക്കപ്പെട്ട കുട്ടികൾ വളർന്നു വരുമ്പോൾ തങ്ങളുടെ പാർട്ട്ണർ എപ്പോഴും ഏത് സമയവും തങ്ങളോട് കോൾ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന വാശിയുള്ളവരാവും. ചെറുപ്പത്തിൽ സ്നേഹത്തിന് വേണ്ടി യുദ്ധം ചെയ്തവർ വളർന്നു വരുമ്പോൾ തൻ്റെ പാർട്ട്ണറുടെ സ്നേഹം എന്നും കൂടെ ഉണ്ടാവണമെന്ന് വാശി പിടിക്കും. ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരാളുടെ പോസ്റ്റ് ലൈക്ക് ചെയ്യുന്നത് പോലും ഇങ്ങനെയുള്ളവർക്ക് സഹിച്ചെന്ന് വരില്ല. ചിലപ്പോൾ വിവാഹം കഴിച്ചവരിലും ഒരുമിച്ച് താമസിക്കുന്നവരിലും കുറേ വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഇത്തരം പ്രത്യേക സ്വഭാവ സവിശേഷതകൾ ദൃശ്യമാവുന്നതും അത് പാർട്ട്നേഴ്സ് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നതും. വഴക്കിൻ്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇത്തരം വിചിത്ര സ്വഭാവങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. കുട്ടിക്കാലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ പാർട്ട്ണർ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നാലോചിച്ച് നമുക്ക് വട്ടുപിടിക്കും. ചിലപ്പോൾ നമ്മൾ തന്നെ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നത് എന്നത് നമ്മുടെ ചൈൽഡ്ഹുഡിലെ അനുഭവങ്ങൾ ഓർത്തെടുത്താൽ മാത്രമേ നമുക്ക് പിടികിട്ടൂ. സമയം മായ്ക്കാത്ത മുറിവുകൾ ഉണ്ടോ എന്നൊരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷേ കാലം മുറിവുകൾ മായ്ക്കും എന്നത് വെറും തോന്നലാണ്. വിചാരങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങൾ കണ്ടെടുത്ത് അത് മനസ്സിലാക്കുകയും പരിഹരിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നെല്ലാം പുറത്തു കിടക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഉള്ളിലെല്ലാം കരഞ്ഞു തീരാത്തൊരു കുട്ടി ഉറങ്ങിക്കിടപ്പുണ്ട്. നമുക്ക് ആ കുട്ടിയോട് സംസാരിച്ച് തുടങ്ങാം. ഒരു പക്ഷേ പഴയ മുറിവുകളെല്ലാം നമുക്ക് ഉണക്കാൻ സാധിച്ചേക്കും. ഇനി സ്വയം ഉണക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു കൗൺസിലറുടെ സഹായം തേടുക. Thank you for watching. Have a nice day.